നമസ്കാരം. ഏഗ്രറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ലാൻഡ് റോവറിന്റെ D8 പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡിറൈവ് ചെയ്ത ടാറ്റ മോട്ടോഴ്സിന്റെ ഏറ്റവും പ്രീമിയം മോഡലായ ടാറ്റ ഹാരിയറിന്റെ സ്റ്റെൽത്ത് എഡീഷൻ ആണ്. ടാറ്റ ഹാരിയറിന്റെ സ്റ്റെൽത്ത് എഡീഷനിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് അപ്ഡേറ്റ്സ് അത് ഫീച്ചേഴ്സിൽ അതേപോലെ തന്നെ ഡിസൈൻ പരമായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് അപ്ഡേറ്റ് ആണ് ന്യൂ ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡീഷനിലേക്ക് വന്നിട്ടുള്ളതെന്നാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. യുണീക്നെസ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എക്സ്ക്ലൂസിവിറ്റി ഇഷ്ടപ്പെടുന്ന ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ടാറ്റ മോട്ടോഴ്സ് ഈ ഒരു സ്റ്റെൽത്ത് എഡീഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റെൽത്ത് എഡീഷൻ ആക്ച്വലി ഒരു ലിമിറ്റഡ് എഡീഷൻ മോഡലാണ്. ഏകദേശം 2700 യൂണിറ്റുകൾ മാത്രമേ ഈ ഒരു വാഹനം പ്രൊഡക്ഷനിലേക്ക് വരുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, ലാൻഡ് റോവറിന്റെ D8 പ്ലാറ്റ്ഫോമിൽ നിന്നും ഡിറൈവ് ചെയ്ത ഒമേഗ ആർക്ക് പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചിട്ടുള്ള രണ്ട് വാഹനങ്ങളാണ് ടാറ്റ ഹാരിയർ അല്ലെങ്കിൽ ടാറ്റ സഫാരി. ആ ഒരു പ്രീമിയം ബ്രാൻഡിന്റെ DNA നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ സേഫ്റ്റിയിലേക്ക് വരുന്ന സമയത്തും ടെക്നോളജിയിലേക്ക് വരുന്ന സമയത്തും ഈവൻ ഡിസൈനിലേക്ക് വരുന്ന സമയത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എക്സ്റ്റീരിയർ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് ഒരു പ്രീമിയം മാറ്റ് ബ്ലാക്ക് അല്ലെങ്കിൽ പ്രീമിയം സ്റ്റെൽത്ത് മാറ്റ് ബ്ലാക്ക് കളറോട് കൂടിയിട്ടാണ് ഓൾ ന്യൂ ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡീഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡാർക്ക് എഡീഷനിൽ കണ്ടിട്ടുണ്ടായിരുന്ന പോലെ തന്നെ ഈ കളറിനും ഒരു മിസ്റ്റീരിയസ് സ്റ്റാമ്പ് ലുക്കിംഗ് ടാറ്റ ഹാരിയറിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഫ്രണ്ടിലെ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു അപ്പർ ഗ്രില്ലിനും ലോവർ ഗ്രില്ലിനും പിയാനോ ബ്ലാക്ക് കളറിലുള്ള ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അണ്ടർ ദ ഹുഡ് 2 ലിറ്റർ ക്രയോടെക് ഡീസൽ എഞ്ചിൻ ആണ് ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡീഷനിലേക്ക് വരുന്നത്. ആ ഒരു എഞ്ചിൻ 170 PS ഹോഴ്സ് പവറും 350 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും ഹാരിയർ സ്റ്റെൽത്ത് എഡീഷൻ അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഹാരിയർ ഡാർക്ക് എഡീഷനിൽ കണ്ടിട്ടുണ്ടായിരുന്ന സെയിം 19 ഇഞ്ച് അലോയ് വീൽസ് ആണ് ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡീഷനിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ഇതിലേക്ക് വരുന്ന സമയത്ത് ഒരു ഡയമണ്ട് കട്ട് ഫിനിഷിംഗ് കൂടെ ഈ ഒരു അലോയ് വീലിന് കൊടുത്തിട്ടുണ്ട്. ഫെൻഡറിന്റെ മുകളിലായിട്ട് നമുക്ക് സ്റ്റെൽത്ത് എഡീഷൻ എഴുതിയിട്ടുള്ള ഒരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഡ്രൈവർ ഡോറിന്റെ മുകളിലും കോ ഡ്രൈവർ ഡോറിന്റെ മുകളിലായിട്ട് നോർമൽ ടാറ്റ ഹാരിയർ അല്ലെങ്കിൽ സഫാരിയിൽ വരുന്ന ആ ഒരു ബാഡ്ജിങ്ങും നൽകിയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡീഷനിലേക്ക് ഈ ഒരു ടെയിൽ ലാമ്പ് അസംബ്ലി അല്ലെങ്കിൽ ഈ ഒരു ടെയിൽ ലാമ്പിന്റെ ഭാഗം നമുക്ക് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ റിയറിൽ വരുന്ന സ്കിഡ് പ്ലേറ്റും പിയാനോ ബ്ലാക്ക് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് കൺട്രോളോട് കൂടിയിട്ടുള്ള പവർ ടെയിൽ ഗേറ്റ് ആണ് ഓൾ ന്യൂ ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡീഷൻ നൽകിയിട്ടുള്ളത്. നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയി തിരിച്ചു വരുന്ന സമയത്ത് രണ്ട് കൈയും ഓക്യുപ്പൈഡ് ആണെങ്കിൽ കൂടെ നമുക്ക് ഈസി ആയിട്ട് കാലിങ്ങനെ വേവ് ചെയ്തിട്ട് ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റിമോട്ട് കീ ഉപയോഗിച്ചും ടെയിൽ ഗേറ്റ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ 445 ലിറ്ററിന്റെ ആപ്പിൾ ബൂട്ട് സ്പേസ് ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡീഷനിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. കണ്ടില്ലേ, 60-40 സ്പ്ലിറ്റ് വരുന്ന റിയർ റോ സീറ്റുകൾ നമുക്ക് കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ സെക്കൻഡ് റോ സീറ്റുകൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 815 ലിറ്റർ ആണ് ടാറ്റ ഹാരിയറിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ക്യാമ്പിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈസി ആയിട്ട് ഒരു ബെഡൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇന്റീരിയറിലേക്ക് വരുന്ന സമയത്തും എക്സ്റ്റീരിയർ കളറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ കാർബൺ നോയർ ഇന്റീരിയർ തീമാണ് ഓൾ ന്യൂ ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡീഷനിലേക്ക് വരുന്നത്. വളരെ ഒരു പ്രീമിയം അപ്പീലോട് കൂടിയിട്ടുള്ള ഇൻവൈറ്റിംഗ് ഇന്റീരിയർ തീമാണ് ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡീഷന് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കാർബൺ നോയർ ലെതർ സീറ്റുകളാണ് ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡീഷന് നൽകിയിട്ടുള്ളത്. 12.3 ഇഞ്ചസിന്റെ സിനിമാറ്റിക് ടച്ച് സ്ക്രീൻ ആണ് ഓൾ ന്യൂ ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡീഷനിലേക്ക് വന്നിട്ടുള്ളത്. ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ തീമും കംപ്ലീറ്റ്ലി ഒരു ഡാർക്ക് തീമിലേക്ക് മാറിയിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിന്റെ EV വാഹനങ്ങളിൽ മാത്രം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആർക്കേഡ് ആബ്സ്യൂട്ട് നമുക്കിപ്പം ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡീഷനിലേക്കും വരുന്നുണ്ട്. ഈ ഒരു ആർക്കേഡ് ആബ്സ്യൂട്ട് ഉപയോഗിച്ച് നമുക്ക് യൂട്യൂബ്, OTT പ്ലാറ്റ്ഫോംസ് അതേപോലെ തന്നെ ബിൽറ്റ് ഇൻ ആയിട്ട് വരുന്ന കുറച്ച് ഗെയിംസും നമുക്ക് ഇതിൽ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. 12.3 ഇഞ്ചസിന്റെ ഹർമൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡീഷനിലേക്ക് വരുന്നത്. ഒപ്പം തന്നെ ഒരു സബ്വൂഫർ അടക്കം 10 JBL സ്പീക്കേഴ്സും ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നുണ്ട്. മറ്റുള്ള ഫീച്ചേഴ്സ് അപ്ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ബിൽറ്റ് ഇൻ ആയിട്ട് ആമസോൺ അലക്സ വരുന്നുണ്ട്. ഈ അലക്സ ഉപയോഗിച്ച് നമുക്ക് കാർ ടു ഹോം അതേപോലെ തന്നെ ഹോം ടു കാർ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ എവിടെയെങ്കിലും യാത്ര പോയിട്ട് വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ വീട്ടിലുള്ള AC അലക്സ വഴി ഈ ഒരു വാഹനത്തിൽ നിന്ന് തന്നെ ഓൺ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. നേരെ തിരിച്ചു സാധിക്കും. വീട്ടിലെ അലക്സ വഴി കാറിലെ അലക്സ നമുക്ക് ആക്സസ് ചെയ്യാം. അതുവഴി നമുക്ക് വണ്ടിയാണെങ്കിൽ AC ഒക്കെ സ്വിച്ച് ഓൺ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡീഷനിലേക്ക് വന്നിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ നമുക്ക് ബിൽറ്റ് ഇൻ ആയിട്ട് നാവിഗേഷൻ വരുന്നുണ്ട്.
മാപ്പ് ബൈ ഇന്ത്യയുടെ ബിൽറ്റ് നാവിഗേഷൻ ഇപ്പോൾ നമുക്ക് സ്റ്റെൽത്ത് എഡിഷൻ ടാറ്റ ഹാരിയറിലേക്ക് വരുന്നുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഓപ്പൺ ചെയ്ത് താഴെ ഭാഗത്തായിട്ട് നമുക്ക് നാവിഗേഷന്റെ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ഈ നാവിഗേഷൻ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാപ്പ് ബൈ ഇന്ത്യയുടെ നാവിഗേഷൻ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്തിട്ട് നാവിഗേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വണ്ടിയിൽ ബിൽറ്റ് ആയിട്ട് തന്നെ നാവിഗേഷൻ വരുന്നുണ്ട്. മറ്റുള്ള ഇന്റീരിയർ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡാഷ് ടോപ്പ് ഒക്കെ കംപ്ലീറ്റ്ലി ഒരു ഡാർക്ക് കളറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സെന്ററിൽ വരുന്ന ഈ ഒരു ഫിജിറ്റൽ പാനൽ മാത്രം നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് ലെയർ ആയിട്ട് ആന്റി റിഫ്ലക്റ്റീവ് നാപ്പ ഗ്രെയിൻ ഡാഷ്ബോർഡ് ആണ് കൊടുത്തിട്ടുള്ളത്. ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡിഷനിലേക്ക് വരുന്ന സമയത്ത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കംഫർട്ട് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് നമുക്ക് ഡ്യുവൽ സോൺ AC സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ നമുക്ക് ഈ AC സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വേണമെങ്കിൽ ഈ രണ്ട് ടെമ്പറേച്ചർ ഒറ്റയടിക്ക് സിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഈ ഒരു ഫിജിറ്റൽ പാനലിൽ നൽകിയിട്ടുണ്ട്. ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡിഷന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വരുന്ന സമയത്ത് ടോട്ടൽ 7 എയർ ബാഗ്സ് ആണ് ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നത്. ഒപ്പം തന്നെ ഒരു അപ്ഡേറ്റും ഈ ഒരു സേഫ്റ്റി ഫീച്ചറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിലവിൽ നമ്മുടെ ടാറ്റ ഹാരിയർ അല്ലെങ്കിൽ സഫാരിയിലേക്ക് വരുന്ന സമയത്ത് മാക്സിമം നമുക്ക് അഡാസ് ലെവൽ 2 വരെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുള്ള ഹാരിയർ സഫാരി സ്റ്റെൽത്ത് എഡിഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അഡാസ് ലെവൽ 2+ ആണ് വരുന്നത്. അഡീഷണലി ഇന്റലിജന്റ് സ്പീഡ് അസിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചറൂടെ അഡാസിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഫീച്ചർ ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാഫിക് സൈൻ, ക്ലൗഡ് ട്രാഫിക് സൈൻ എന്നുള്ള ഡാറ്റ എടുക്കും. അതേപോലെ തന്നെ നമ്മുടെ മാപ്പ് ബൈ ഇന്ത്യയുടെ ഡാറ്റയും എടുക്കും. ഈ രണ്ട് ഡാറ്റയുടെ കമ്പൈൻ ചെയ്തിട്ട് ട്രാഫിക് സൈനിൽ നമ്മുടെ സ്പീഡ് ലിമിറ്റ് ചെയ്യേണ്ട സ്ഥലം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ക്രൂയിസ് കൺട്രോൾ ഇട്ട് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ സ്ഥലത്ത് എത്തുന്ന സമയത്ത് സ്പീഡ് ഡിക്രീസ് ആവും. നമ്മൾ ഓവർ റൈഡ് ചെയ്ത് അതായത് ആക്സിലേറ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പിന്നെ സ്പീഡ് ചേഞ്ച് ആവുള്ളൂ. ഓട്ടോമാറ്റിക്കലി സ്പീഡ് ഡിക്രീസ് ആവുന്ന ഒരു ഫംഗ്ഷൻ ഈ ഒരു ഓൾ ന്യൂ ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡിഷനിലേക്ക് വരുന്നുണ്ട്. ഇത് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ ക്ലൗഡ് ട്രാഫിക് സൈൻ റെക്കഗ്നീഷനും അതേപോലെ തന്നെ മാപ്പ് ബൈ ഇന്ത്യയുടെ നാവിഗേഷനുമാണ് ഡാറ്റ എടുക്കുന്നത്. ഈ രണ്ട് ഡാറ്റയും കൂടെ കമ്പൈൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ സപ്പോസ് നമ്മൾ പോകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന റൂട്ടിൽ നമ്മുടെ ട്രാഫിക് സൈൻ ബോർഡ് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെയിന്റ് ഒക്കെ ഫെയ്ഡ് ആയി പോയിട്ടുണ്ടെങ്കിലും ഈ നമ്മുടെ മാപ്പ് ബൈ ഇന്ത്യയുടെ നാവിഗേഷൻ ഡാറ്റ എടുത്തിട്ട് ഇത് വർക്ക് ചെയ്യും. വെൽക്കം ആൻഡ് 3 മെമ്മറി ഫംഗ്ഷനോട് കൂടിയിട്ടുള്ള പവർ ഡ്രൈവർ സീറ്റും 4-way പവേർഡ് അഡ്ജസ്റ്റബിൾ കോ ഡ്രൈവർ സീറ്റും ആണ് ഓൾ ന്യൂ ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡിഷനിലേക്ക് വന്നിട്ടുള്ളത്. ഈ രണ്ട് സീറ്റുകൾ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റുകളാണ് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഹാരിയർ സ്റ്റെൽത്ത് എഡിഷനിലേക്ക് വന്നിട്ടുള്ള മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ ആംബ്രസ്റ്റിന്റെ കാര്യത്തിലാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ആംബ്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫിക്സഡ് ആയിരുന്നു, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ഇനി വരുന്ന അല്ലെങ്കിൽ ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുള്ള ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡിഷനിലേക്ക് നമുക്ക് സ്ലൈഡിംഗ് ആംബ്രസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലോങ് റൈഡ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൈ വെക്കാനായിട്ട് സാധിക്കും. ജോയ്സ്റ്റിക്കിനോട് സാമ്യം തോന്നുന്ന രീതിയിലുള്ള ഈ ഷിഫ്റ്റർ ആണ് ഈ ഒരു വാഹനത്തിന്റെ ഗിയർ ഷിഫ്റ്റർ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ 3 ഡ്രൈവ് മോഡുകളും 3 ടെറൈൻ റെസ്പോൺസ് മോഡുകളും ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡിഷനിലേക്ക് വരുന്നുണ്ട്. ഹാരിയറിന്റെ ടെസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസിൽ എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഇതിന്റെ സസ്പെൻഷൻ തന്നെയാണ്. ഫ്രണ്ടിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻ ആണ്. ആ ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നത് ലാൻഡ് റോവറിന്റെ ഡിസ്കവറി 3 യൂസ് ചെയ്യുന്ന സെയിം വിഷ്ബോൺ ടൈപ്പ് സസ്പെൻഷൻ ആണ്. അതേപോലെ റിയറിലേക്ക് വരുന്ന സമയത്ത് ഒരു സെമി ഇൻഡിപെൻഡന്റ് ട്വിസ്റ്റ് ബീൻ സസ്പെൻഷൻ ആണ് നൽകിയിട്ടുള്ളത്. ആ ഒരു സസ്പെൻഷൻ ആണെങ്കിലും ലോട്ടസ് എഞ്ചിനീയറിംഗ് ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം ടാറ്റ ഹാരിയറിന്റെ റൈഡിംഗ് ക്വാളിറ്റി ഹൈവേസിലാണെങ്കിലും കുറച്ച് റഫ് റോഡിലാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തരുന്നത്. അപ്പൊ ഇത്രയൊക്കെ അപ്ഡേറ്റുകളാണ് ഓൾ ന്യൂ ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡിഷനിലേക്ക് വന്നിട്ടുള്ളത്. ടാറ്റ ഹാരിയറിലുള്ള പോലെ തന്നെ ടാറ്റ സഫാരിയിലും ഈ ഒരു അപ്ഡേറ്റുകളുമായിട്ട് സ്റ്റെൽത്ത് എഡിഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 25,09,990 രൂപ മുതലാണ് ഈ ഒരു വാഹനത്തിന്റെ എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിന്റെ ടെസ്റ്റ് ഡ്രൈവ് ആൻഡ് മോർ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റൊരു കണ്ടന്റുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നവരേക്കും ദിസ് ഇസ് അർജുൻ സൈനിങ് ഓഫ് ഫ്രം എഗ്രിഡ്.